ഹായ്, നമ്മൾക്ക് ഇന്ന് നമ്മൾ ഏകദേശം ബൈനറി അരിത്തമെറ്റിക്സ് കഴിഞ്ഞു. ബൈനറി അരിത്തമെറ്റിക്സ് കഴിഞ്ഞിട്ട് നമ്മളുടെ ഇനി അടുത്ത പോർഷൻ എന്ന് പറയുന്നത് ഡിജിറ്റൽ സർക്യൂട്ട്സിലേക്ക് നമ്മൾ കിടക്കുകയാണ്. സർക്യൂട്ട്സ് ഒരു മേജർ പോർഷനാണ്. ഒരുപാട് കൗണ്ടേഴ്സും പിന്നെ ഫ്ലിപ്പ് ഫ്ലോപ്പുകളും എല്ലാം ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഏറ്റവും ബേസിക് ഇതെന്ന് പറഞ്ഞാൽ ലോജിക് ഗേറ്റ്സുകളാണ്, ലോജിക് സർക്യൂട്ട്സ്. നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ പോലെ തന്നെയുള്ള മറ്റ് ഓപ്പറേഷൻസാണ് ആൻഡ് ഓപ്പറേഷൻസ്. ഒരുപക്ഷെ +2 ലെവൽ 10th ലെവൽ പഠിച്ചു കാണും. ഓർ ഓപ്പറേഷൻ, ആൻഡ് ഓപ്പറേഷൻ, നോട്ട് ഓപ്പറേഷൻസ് ഒക്കെ, ഇൻവേർഷൻ, അങ്ങനെയുള്ള ലോജിക്കൽ ഓപ്പറേഷൻസ് ഉണ്ട്. ഇതെല്ലാം പെർഫോം ചെയ്യുന്ന ഡിജിറ്റൽ സർക്യൂട്ട്സുകളാണ് ലോജിക് ഗേറ്റ്സ്. ഈ ലോജിക് ഗേറ്റ്സിനെ കുറിച്ച് പറഞ്ഞാൽ പോസിറ്റീവ് ലോജിക്കും ഉണ്ട്, നെഗറ്റീവ് ലോജിക്കും ഉണ്ട്. പോസിറ്റീവ് ലോജിക് എന്ന് പറഞ്ഞാൽ ഒരു 1 and 0 ആണല്ലോ. ഇപ്പോൾ ഒരു 1 എന്ന് പറയുന്നത് ഹൈ വോൾട്ടേജ്, അല്ലെങ്കിൽ സ്വിച്ചിൻ്റെ കാര്യമാണെങ്കിൽ ഓൺ, സ്വിച്ച് ഈസ് ഓൺ, അതാണ് 1 റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 0 റെപ്രസെൻറ്റ് ചെയ്യുന്നത് ലോ വോൾട്ടേജ്, ഓഫ് പൊസിഷൻ, ഇതിനെയൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെയാണ് പോസിറ്റീവ് ലോജിക്കും. പോസിറ്റീവ് ലോജിക്കിൽ 1 എന്ന് പറഞ്ഞാൽ ഹൈ, 0 എന്ന് പറഞ്ഞാൽ ലോ. വേണമെങ്കിൽ അതിന് ഓപ്പോസിറ്റായിട്ട് നെഗറ്റീവ് ലോജിക്കും എടുക്കാം. നെഗറ്റീവ് ലോജിക് ആകുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ 0 ആയിരിക്കും ഹൈക്ക് റെപ്രസെൻറ്റ് ചെയ്യുക, ഹൈ പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യുക. 1 ആയിരിക്കും ലോ പൊസിഷനെ റെപ്രസെൻറ്റ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ 1 or more ഇൻപുട്ട്സും 1 ഔട്ട്പുട്ടുമുള്ള ഡിജിറ്റൽ സർക്യൂട്ട്സ്. ഇതിൽ ഡയോഡ്സ് വെച്ചിട്ട്, ട്രാൻസിസ്റ്റർ വെച്ചും, ചിപ്പിലേക്ക് ഏറ്റവും അവസാനം ഇൻ്റഗ്രേറ്റഡ് ചിപ്പായിട്ടാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ലോജിക് ഗേറ്റ്സുകളെല്ലാം. അപ്പോൾ ആൻഡ് ഓർ മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷന് സമാനമായ, അഡീഷനൊക്കെ സമാനമായ എല്ലാ ഓപ്പറേഷൻസും ക്യാരി ചെയ്യുന്ന, ലോജിക്കൽ ഓപ്പറേഷൻസൊക്കെ ക്യാരി ചെയ്യുന്ന ഗേറ്റ് സർക്യൂട്ട്സുകളാണ്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ഫസ്റ്റ് മെമ്പറാണ് ഓർ ഗേറ്റ്. അപ്പോൾ ഓർ ഗേറ്റിനെ കുറിച്ചിട്ടാണ് നമ്മളുടെ ഇന്നത്തെ ക്ലാസ്. ഓർ ഗേറ്റിൻ്റെ എന്താണ് ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ ഒരു 2 ഇൻപുട്ട് ഓർ ഗേറ്റാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് പോവാം. ഹായ് ഡിയേഴ്സ്, ഡിജിറ്റലിൽ നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെ ബൈനറി അരിത്തമെറ്റിക് ഏകദേശം പോർഷൻസ് കവർ ചെയ്തു. ഇനി നമ്മൾക്കൊരു അടുത്ത സെഷനാണ്, അതായത് ഡിജിറ്റൽ ഡിസൈൻസ്, സർക്യൂട്ട്സുകളാണ്. ഈ സർക്യൂട്ട്സിൻ്റെ ആ ഒരു പേരിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സിമ്പിൾ സർക്യൂട്ട്, നമ്മൾ ഇതുവരെ പഠിച്ച ഡയോഡും റെസിസ്റ്ററും ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ സർക്യൂട്ട് നമുക്കിന്ന് വർക്കിംഗ് എങ്ങനെയാണെന്ന് നോക്കാം. നിങ്ങൾക്ക് തന്നെ പറയാവുന്നതേ ഉള്ളൂ ഈ സർക്യൂട്ട് എങ്ങനെ വർക്ക് ചെയ്യുമെന്ന്. ഒരു ഡയോഡ്, 2 ഡയോഡുകളുണ്ട്. ഈ 2 ഡയോഡുകളും കൂടി കണക്ട് ചെയ്തിട്ട് ഇവിടെ നിന്ന് ഞാനൊരു റെസിസ്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്, ലോഡ് റെസിസ്റ്റർ. ഇതാണ് ഞാൻ ഔട്ട്പുട്ടായിട്ട് എടുക്കുന്നത്. ഇത് രണ്ടുമാണ് ഇൻപുട്ട്. D1, D2 ഇൻപുട്ടുകൾക്ക് A എന്നും B എന്നും കൊടുത്തിരിക്കുകയാണ്. A and B. സിമ്പിൾ സർക്യൂട്ട്. 2 ഡയോഡ് എങ്ങനെ കണ്ടക്ട് ചെയ്യും? ഇത് ആനോഡ്, ഇത് കാഥോഡ്. അപ്പോൾ ഫോർവേഡ് ബയോസ് കൊടുത്താൽ ആനോഡിന് പോസിറ്റീവും കാഥോഡിന് നെഗറ്റീവും കൊടുത്ത് ഫോർവേഡ് ബയോസ് കൊടുത്താൽ ഡയോഡ് കണ്ടക്ട് ചെയ്യും. ഇനി നമ്മൾക്ക് ഇതിനകത്തേക്ക് വോൾട്ടേജുകൾ അപ്ലൈ ചെയ്യാം. അതിന് മുമ്പ് ഞാൻ ഇതിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കണ്ടീഷൻസ് ഒന്ന് ചാർട്ട് ചെയ്യുവാണ്. ഇൻപുട്ട്, ഔട്ട്പുട്ട് Y, ഇൻപുട്ട് A ആൻഡ് B എഴുതാം. ആദ്യം ഈ ഇൻപുട്ടിൽ ഇവിടെ ഞാൻ 5 വോൾട്ട് കൊടുക്കുകയാണ്, +5 വോൾട്ട്. +5 വോൾട്ട് ഇവിടെ മൈനസ്, നെഗറ്റീവ് കൊടുക്കുന്നു. രണ്ടാമത്തെ ഈ ഡയോഡിന് കൊടുക്കുന്നില്ല, അല്ലെങ്കിൽ വേണ്ട, ആദ്യം ഞാൻ 2 ഡയോഡിനും വോൾട്ടേജ് ഒന്നും കൊടുക്കുന്നില്ല. ഇതും 0 വോൾട്ടാണ്, ഇതും 0 വോൾട്ടാണ്. ഇങ്ങനെ തന്നെ അസിറ്റീസ് സർക്യൂട്ട് ഇരിക്കുന്നു എന്ന് പറയുമ്പോൾ വോൾട്ടേജ് ഒന്നും കൊടുക്കുന്നില്ല, 2 ഡയോഡും കണ്ടക്ട് ചെയ്യുന്നില്ല, ഇതിലൂടെ കറണ്ട് ഒഴുകുന്നില്ല, ഔട്ട്പുട്ട് കിട്ടുന്നില്ല. ഇനി ഞാൻ ഈ A എന്ന് പറയുന്ന ഡയോഡിന് ഒരു +5 വോൾട്ട്, അതായത് ഒരു ബാറ്ററി ഉപയോഗിച്ചിട്ട് +5 വോൾട്ട് ഇവിടെ കൊടുക്കുകയാണ്. +5 വോൾട്ട് അവിടെ കൊടുത്തു. അപ്പോൾ Aയിൽ നമ്മൾ ആ ഡയോഡിന് 5 വോൾട്ട് കൊടുത്തു, Bയിലെ ഡയോഡിനൊന്നും കൊടുക്കുന്നില്ല. ഇപ്പം എന്ത് സംഭവിക്കുന്നു നോക്കാം. 5 വോൾട്ട് ഡയോഡിന് കൊടുത്താൽ ഈ ഡയോഡ്, ഇത് ആനോഡ്, കാഥോഡ് വഴി ഡയോഡ് വഴി കണ്ടക്ട് ചെയ്ത്, റെസിസ്റ്റർ വഴി കണ്ടക്ട് ചെയ്ത് കറണ്ട് ഒഴുകും. അപ്പോൾ കറണ്ട് ഒഴുകുമ്പോൾ നമുക്ക് ഈ റെസിസ്റ്ററിന് ക്രോസ് ആയിട്ട് ഒരു ഔട്ട്പുട്ട് കിട്ടും, അതാണ് Y. ഇപ്പോൾ ഒരു +5 വോൾട്ട് അവിടെ
ഔട്ട്പുട്ട് കിട്ടുന്നു. അടുത്തത് എക്ക് 0 തന്നെ കൊടുത്തുകൊണ്ട് ബിയിലേക്ക് പോസിറ്റീവ് വോൾട്ടേജ് കണക്ട് ചെയ്യുന്നു. അപ്പോൾ എന്തായിരിക്കും? ഡയോഡ് D2 കണ്ടക്ട് ചെയ്യും. D2 കണ്ടക്ട് ചെയ്യുമ്പോഴും നമ്മൾക്ക് ഇവിടെ 0 വോൾട്ട്, ഇവിടെ +5 വോൾട്ട്, അപ്പോഴും നമ്മൾക്ക് എന്ത് കിട്ടും? ഒരു ഔട്ട്പുട്ട് കിട്ടും, 5 വോൾട്ട്. ക്ലിയർ അല്ലേ? ഇനി ഇതിന് രണ്ടിനും +5 വോൾട്ട് കൊടുക്കുന്ന കണ്ടീഷൻ വന്നാലോ, ബോത്ത് ദ ഡയോഡ് കണ്ടക്ട്സ്, രണ്ട് ഡയോഡുകളും കണ്ടക്ട് ചെയ്യും. അപ്പോഴും നമ്മൾക്ക് റെസിസ്റ്ററിന് അക്രോസ് ഒരു വോൾട്ടേജ് അവൈലബിൾ ആയിരിക്കും. ഇതാണ് ഈ സർക്യൂട്ടിൻ്റെ വർക്കിംഗ് കണ്ടീഷൻസ്. അതായത് രണ്ടിലും 0 കൊടുത്തപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജ് ഒന്നുമില്ല. ഏതെങ്കിലും ഒന്ന് ഓൺ ആയാലും രണ്ടും ഓൺ ആയാലും ഔട്ട്പുട്ട് ഹൈ ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ എനി ഇൻപുട്സുകൾ ഹൈ ആയാലും ഓൾ ഇൻപുട്സ് ഹൈ ആയാലും ഔട്ട്പുട്ട് ഹൈ ആണ്. എനി ഓൾ എനി ഇൻപുട്സ് ഹൈ ആയാലും, എല്ലാ ഇൻപുട്സും ഹൈ ആയാലും, ഏതെങ്കിലും ഐഡിയാസ് ഡിജിറ്റലിൽ നമ്മൾ അഡീഷൻ, സബ്ട്രാക്ഷൻ, അങ്ങനെ ബൈനറി അരിത്തമെറ്റിക് ഏകദേശം പോർഷൻസ് കവർ ചെയ്തു. ഇനി നമ്മൾക്കൊരു അടുത്ത സെഷനാണ്, അതായത് ഡിജിറ്റൽ ഡിസൈൻസ്, സർക്യൂട്ട്സുകളാണ്. ഈ സർക്യൂട്ട്സിൻ്റെ ആ ഒരു പേരിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു സിമ്പിൾ സർക്യൂട്ട്, നമ്മൾ ഇതുവരെ പഠിച്ച ഡയോഡും റെസിസ്റ്ററും ഉപയോഗിച്ചിട്ടുള്ള ഒരു സിമ്പിൾ ഔട്ട്പുട്ട്. ഇനി ഇങ്ങനെ തന്നെയാണ് ഇവിടെ വരയ്ക്കേണ്ടത്. അതിൽ ഓർഗേറ്റ് ഇത്രയേ ഉള്ളൂ. ആ ഡയോഡ് സർക്യൂട്ട് മനസ്സിലായി കാണുമല്ലോ. അപ്പോൾ ആ ഡയോഡ് സർക്യൂട്ടിൽ നിങ്ങൾ ഡയോഡിൻ്റെ 2 ഡയോഡ് വെച്ചിട്ടുള്ള അതിൻ്റെ ട്രൂത്ത് ടേബിളാണ് പഠിക്കേണ്ടത്. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ എനി ഓർ ഓൾ ഗേറ്റ് ആണ് ഡയോഡ്. എനി ഓർ ഓൾ ഗേറ്റ് എന്ന് പറയുമ്പോൾ 0 0 0 0 1 ഒരു ഇൻപുട്ട് ഏതെങ്കിലും 1 ആണെങ്കിൽ 1 ഔട്ട്പുട്ട് 1 1 0 ആണെന്നുണ്ടെങ്കിലും ഔട്ട്പുട്ട് 1 1 1 ആണെങ്കിൽ ഔട്ട്പുട്ട് 1. ഇതാണ് അതിൻ്റെ കണ്ടീഷൻസ്. അപ്പോൾ ഓർ ഗേറ്റ്, അതിൻ്റെ സർക്യൂട്ട്, അതിൻ്റെ സിമ്പൽ, അതിൻ്റെ ട്രൂത്ത് ടേബിളൊക്കെയാണ്. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഉണ്ട്, ഞാനൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. നേരത്തെ ആദ്യത്തെ ഫസ്റ്റ് പാർട്ടിൽ ഏകദേശം ഒരു കവർ ചെയ്തു എന്ന് തോന്നുന്നു. എനി ഓർ ഓൾ ഗേറ്റ് എന്നാണ് ഓർ ഗേറ്റിന് പറയുന്നത്. പക്ഷേ അതിൻ്റെ ആ ഒരു പ്രോബ്ലം ഇടയ്ക്ക് എന്തോ ഒരു വീഡിയോ സ്റ്റക്കായ പോലെ തോന്നുന്നു. എന്തായാലും നിങ്ങൾ സെക്കൻഡ് പാർട്ട് കണ്ടു നോക്കൂ. തീർച്ചയായിട്ടും ഫീഡ്ബാക്കായി അറിയിക്കണം. അപ്പോൾ നമ്മൾക്ക് ആ ഒരു പാർട്ട് ഒന്നുകൂടി നമുക്ക് എടുക്കാവുന്നതാണ്. ഇപ്പോൾ നോക്കാം അടുത്ത പാർട്ടിലേക്ക്. 8 ഔട്ട്പുട്ട്. ഇത് നമ്മൾ IC വെച്ചിട്ടുള്ള എന്തൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നു? 0 0 0 0 1. ഓക്കെ, അപ്പോൾ ലോജിക് ഗേറ്റ്സ് ഫസ്റ്റ് വൺ, ആദ്യത്തെ ലോജിക് ഗേറ്റ് ഓർ ഗേറ്റ്. ഓർ ഗേറ്റിൻ്റെ സിമ്പൽ 2 ഇൻപുട്ട് A, B ആൻഡ് Y. ട്രൂത്ത് ടേബിൾ എന്ന് പറഞ്ഞാൽ ദ ട്രൂത്ത് ടേബിൾ ഈസ് ദി ടേബിൾ ദാറ്റ് ഷോസ് ദി ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കണ്ടീഷൻസ് ഓഫ് എ ലോജിക് ഗേറ്റ്സ്. ഒരു ലോജിക് ഗേറ്റ്സിൻ്റെ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് കണ്ടീഷൻസ് കാണിക്കുന്ന ഒരു ടേബിളിനെയാണ് ട്രൂത്ത് ടേബിൾ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ ട്രൂത്ത് ടേബിൾ ഇൻപുട്ട് A, B, ഔട്ട്പുട്ട് Y. ഓർ ഗേറ്റിൻ്റെ കാണാറുണ്ട് 0 0 0 0 0 0 0 1 1 1 0 1 1 1 1. ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാലും, എനി ഇൻപുട്ട് ഹൈ ആയാലും, ഓൾ ഇൻപുട്സ് ഹൈ ആയാലും നമ്മൾക്കൊരു ഹൈ ആണ് അതിനകത്ത് കിട്ടുന്നത്. ഇതാണ് ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളുണ്ട്. ട്രൂത്ത് ടേബിൾ കാണാൻ പറ്റുന്നത് കുറച്ചുകൂടി മുകളിലേക്ക് ഞാൻ എഴുതാം. അപ്പോൾ ആദ്യത്തെ ഗേറ്റ് ഓർ ഗേറ്റ് ലോജിക് ഗേറ്റ്സിൻ്റെ ഫസ്റ്റ് വൺ ഓർ ഗേറ്റ്. ഇവിടെ നമുക്ക് ഓർ ഗേറ്റിൻ്റെ സിമ്പൽ A, B, Y. ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ A, B, Y. 0 0 0 0 1 1 1 0 1 1 1 1. അപ്പോൾ ഏതെങ്കിലും ഒരു ഇൻപുട്ട് ഹൈ ആയാലും, എനി ഇൻപുട്ട് ഹൈ ആയാലും
ഓൾ ഇൻപുട്ട് ഹൈ ആയാലും ഹൈ ഔട്ട്പുട്ട് കിട്ടുന്നു. ഇത് ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ. കാണാതെ പഠിക്കേണ്ട കാര്യങ്ങളാണ്. ഓർ ഗേറ്റ് എന്താണ്, എനി ഓർ ഓൾ ഗേറ്റ്, അതിൻ്റെ സിമ്പിൾ, ട്രൂത്ത് ടേബിൾ. ഇനി ഇതിൻ്റെ ഒരു ബൂലിയൻ എക്സ്പ്രഷൻ ഉണ്ട്. ബൂലിയൻ എക്സ്പ്രഷൻ ഓഫ് ഓർ ഗേറ്റ്. ബൂലിയൻ എക്സ്പ്രഷൻ ഓഫ് ഓർ ഗേറ്റ്. ബൂലിയൻ ഓൾജിബ്ര എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ലോജിക് ഗേറ്റ്സിൻ്റെ ഡിസൈനിങ് എല്ലാം സോൾവ് ചെയ്യാൻ വേണ്ടി ഒരു ബൂലിയൻ ഓൾജിബ്ര കുറേ റിലേഷൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സയൻസിൻ്റെ പേരിൽ തന്നെ ഓരോ ഗേറ്റിനെയും നമ്മൾ റെപ്രസെൻറ്റ് ചെയ്തൊരു ബൂലിയൻ എക്സ്പ്രഷൻ ഉണ്ട്. അതിൽ ഓർ ഗേറ്റിനെ നമ്മൾ പറയുന്നത് y is equal to a plus b. ഒരു ബോക്സിൽ എഴുതിക്കോളൂ എ പ്ലസ് ബി. ശരിക്കും ഇത് പ്ലസ് എന്നല്ല, ഓർന്നാ മതി. എ ഓർ ബി. എയും ബിയും എന്നുള്ള ഇൻപുട്ടിൽ ഈ സൈൻ കണ്ടുകഴിഞ്ഞാൽ ഇത് ഏതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ഓർ ഗേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓർ ഓപ്പറേഷൻസ്, അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ പോലെ ആൻഡ് ഓപ്പറേഷൻ, ഓർ ഓപ്പറേഷൻ, നോട്ട് ഓപ്പറേഷൻ ഒക്കെയാണ് ഡിജിറ്റലിൽ നമ്മൾ പറയാവുന്ന ലോജിക് ഓപ്പറേഷൻസ്. അപ്പോൾ ഈ ലോജിക് കണ്ടീഷനിൽ y is equal to a or b എന്നാണ് ഇത് ആക്ച്വലി വായിക്കേണ്ടത്. നമ്മൾക്ക് എളുപ്പത്തിൽ ഓർത്തിരിക്കാൻ വേണ്ടി y is equal to a plus b എന്നുള്ള. അപ്പോൾ ഈ സൈൻ കണ്ടുകഴിഞ്ഞാൽ ഇത് ഏത് ഗേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു? ചോദിച്ചിരിക്കുന്നത് y is equal to a plus b. ഏത് ഗേറ്റിൻ്റെ കണ്ടീഷനാണ്? ഓർ ഗേറ്റാണ്. ഏത് ഗേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് വെച്ചാൽ ഓർ ഗേറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഇപ്പോൾ ബൂലിയൻ എക്സ്പ്രഷൻ, ഓർ ഗേറ്റ്, സിമ്പിൾ, ട്രൂത്ത് ടേബിൾ, അങ്ങനെ ബൂലിയൻ എക്സ്പ്രഷൻ. അത് നമ്മൾ സ്റ്റാർട്ടിങ് തുടങ്ങിയത് ഡയോഡ്, റെസിസ്റ്റർ, ഓർ ഗേറ്റിൻ്റെ സർക്യൂട്ടിൻ്റെ എക്സ്പ്ലനേഷനോടുകൂടിയാണ്. ഇത് നമ്മൾക്ക് ഓർ ഗേറ്റുകൾ മിക്കവാറും കിട്ടുന്നത് ഇൻ്റഗ്രേറ്റഡ് സർക്യൂട്ട്സിൽ, ICs ആണ്. IC നമ്മൾ ഓർത്തിരിക്കുന്നത് ഓർ ഗേറ്റിൻ്റെ IC ആണ് 7432. ഓർ ഗേറ്റിൻ്റെ ചിപ്പ് IC 7432 ആണ്. ഈ ICയിൽ ഒരു ICയിൽ ഇത് 14 പിൻ IC ആണ്. 14 പിൻ IC ഡ്യുവൽ ഇൻ ലൈൻ പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സൈഡിലുമായിട്ട് പിന്നുകൾ വരുന്ന രീതിയിലുള്ള IC 7432. അപ്പോൾ ICയിൽ ഓർ ഗേറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണ്? ഈ ഒരു ICക്കകത്ത് 4 ഓർ ഗേറ്റ്, 2 ഇൻപുട്ടായിട്ടുള്ള 4 ഓർ ഗേറ്റ്. 2 ഇൻപുട്ട് ഓർ ഗേറ്റിൻ്റെ കാര്യങ്ങളായിട്ട് പറയുന്നത് സിമ്പിൾ, ട്രൂത്ത് ടേബിൾ, ബൂലിയൻ എക്സ്പ്രഷൻ, ഓർ ഗേറ്റിൻ്റെ IC നമ്മൾക്ക് വരയ്ക്കാം. ഇവിടെ 14 പിന്നുള്ള IC. 14 പിന്നുള്ള IC എന്ന് പറയുമ്പോൾ ഇത് കാണുന്നുണ്ടാവില്ല, ഞാൻ ഇതിന് മുകളിലേക്ക് വയ്ക്കാം. ഓർ ഗേറ്റിൻ്റെ IC വരച്ച് കാണിക്കണം കേട്ടോ. 7432 7432 7 പിന്നുകൾ ഇവിടെയും 8, 9, 10, 11, 12, 13, 14. പിൻ നമ്പർ 7 ഈസ് ഓൾവേസ് ഗ്രൗണ്ട് ആണ്. പിൻ നമ്പർ 7 ഗ്രൗണ്ട്, GND ഗ്രൗണ്ട്. പിൻ നമ്പർ 14 പ്ലസ് VCC. പിൻ നമ്പർ 14 പ്ലസ് VCC, പിൻ നമ്പർ 7 ഗ്രൗണ്ട്. ഇവിടെ ഒരു 2 ഓർ ഗേറ്റ് ഉണ്ട്, ഇവിടെ ഒരു ഓർ ഗേറ്റ് ഉണ്ട്. 1, 2 ഇൻപുട്ട്, 3 ഔട്ട്പുട്ട്, 4, 5 ഇൻപുട്ട്, 6 ഔട്ട്പുട്ട്. ഇനി ഇങ്ങനെ തന്നെയാണ് ഇവിടെ വരയ്ക്കുക. 13, 12 ഇൻപുട്ട്, 11 ഔട്ട്പുട്ട്, 10, 9 ഇൻപുട്ട്, 8 ഔട്ട്പുട്ട്. ഇത് നമ്മൾ IC വെച്ചിട്ടുള്ള ഓർ ഗേറ്റിൻ്റെ റിയലൈസേഷൻ ചെയ്യുമ്പോൾ നമ്മൾക്ക് ഇവിടെയും പോയിട്ട് 0, 0 കൊടുത്തിട്ട് പിൻ നമ്പർ 3യിൽ എന്തൊക്കെ ഔട്ട്പുട്ട് കിട്ടുന്നു? 0, 0ക്ക് 0, 0, 1, 1, 1, 0, 1, 1, 1, 1 എന്നുള്ള ഈ ഗേറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ? അതുപോലെ 4ലും 5ലും ഇൻപുട്ട് കൊടുത്തിട്ട് 6ൻ്റെ കണ്ടീഷൻസ് ചെക്ക് ചെയ്താൽ ഈ ഓർ ഗേറ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ? അങ്ങനെ 4 ഓർ ഗേറ്റുകളുണ്ട്. ക്വാഡ് ഓർ ഗേറ്റുകളാണ് ഇതിനകത്തുള്ളത്. എല്ലാം 2 ഇൻപുട്ട് ഓർ ഗേറ്റുകളാണ്. 7432 ആണ് IC. എല്ലാ ICകളുടെയും 7 ഗ്രൗണ്ടും 14 VCC ആണ്. ബാക്കി ഇതിൻ്റെ അകത്തുള്ള ഓർ ഗേറ്റുകൾ ഇങ്ങനെയാണ്. ഓർ ഗേറ്റിൻ്റെ സിമ്പിൾ മറക്കണ്ട, എനി ഓർ ഓൾ ഗേറ്റ് y is equal to a plus b. y
ഹായ് ഡിയേഴ്സ്, ഡിജിറ്റലിൽ നമ്മൾ അഡീഷൻ സബ്ട്രാക്ട് ഇത്രയേ ഉള്ളൂ. ഓർ ഗേറ്റ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഒരു സ്വിച്ചിങ് കണ്ടീഷൻസിലാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ പഠിച്ചിരിക്കേണ്ട അല്ലെങ്കിൽ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങളൊന്നും അതിൻ്റെ സിമ്പിളാണ്. ഒ ആർ എന്നാണ് എഴുതുന്നത്. ഓർ ഗേറ്റ്, ഓയും ആറും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതുക. ഓർ ഗേറ്റ്, അതിൻ്റെ സിമ്പിൾ, അതിൻ്റെ ട്രൂത്ത് ടേബിൾ, പിന്നെ ഓർ ഗേറ്റ് IC 7432 എന്നുള്ള IC നമ്പർ മറക്കാതിരിക്കുക. ആ 7432 4 ഓർ ഗേറ്റുകൾ കിട്ടും. 2 ഇൻപുട്ടുള്ള 4 ഓർ ഗേറ്റുകൾ, 3 ഇൻപുട്ട് ഓർ ഗേറ്റ്, 6 ഇൻപുട്ട് ഓർ ഗേറ്റ്, അങ്ങനെ ഒരുപാട് ഇൻപുട്ടുള്ള ഓർ ഗേറ്റുകളുണ്ട്. അപ്പോൾ ഇവിടെ എനിക്ക് പറയാനുള്ള മറ്റൊരു കാര്യം, ഇതിപ്പോൾ 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ആണല്ലോ നമ്മൾ പഠിച്ചത്. ഇപ്പോൾ 2 ഇൻപുട്ട് ഓർ ഗേറ്റ് ABY, Y = A+B, 0 0ക്ക് 0, 0 1 1, 1 0 1, 1 1 1. ആ ഡയോഡ് വെച്ചിട്ടുള്ള സർക്യൂട്ട് ഓർക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാം 1 ആയാലും ഔട്ട്പുട്ടിൽ ഒരു 1 കിട്ടും, ഏതെങ്കിലും ഒരു ഇൻപുട്ട് 1 ആയാലും ഔട്ട്പുട്ടിൽ ഒരു 1 കിട്ടും. അപ്പം നിങ്ങൾക്കുള്ള ഒരു വർക്ക് ഞാനിവിടെ തരുന്നത്, ഇത് ഒരു 2 ഇൻപുട്ട് ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിളാണ്. നിങ്ങളൊരു 3 ഇൻപുട്ട് ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ തയ്യാറാക്കി, ഈ ക്ലാസ് കണ്ടു കഴിഞ്ഞാൽ ഒരു 3 ഇൻപുട്ട് ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ തയ്യാറാക്കി അത് നമ്മളുടെ ഗ്രൂപ്പിൽ നിങ്ങൾ ഓരോരുത്തരും തയ്യാറാക്കി ട്രൂത്ത് ടേബിൾ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം. കാരണം എങ്കിലാണ് അപ്പോൾ ഓർ ഗേറ്റ് മനസ്സിലായി എന്നുള്ളത്. 3 ഇൻപുട്ട് എന്ന് പറയുമ്പോൾ ഏതൊക്കെ ഇൻപുട്ട് ഉണ്ടാവും? ABC ഇൻപുട്ട്, Y ഔട്ട്പുട്ട്. അപ്പോൾ Y = A+B+C, A or B or C, അങ്ങനെയാണിത് പറയേണ്ടത്. എളുപ്പത്തിന് ഞാൻ പറയുന്നതേ ഉള്ളൂ, A+B+C എന്ന്. അപ്പോൾ നിങ്ങളത് തയ്യാറാക്കുക. അപ്പോൾ 0 0 0 എല്ലാം 0 ആണെങ്കിൽ ഔട്ട്പുട്ട് 0. ഒരു ഡയോഡും വർക്ക് ചെയ്യില്ലല്ലോ. അപ്പോൾ ഇത് ഡയോഡ് വെച്ച് മാത്രമല്ല കേട്ടോ, ട്രാൻസിസ്റ്റർ വെച്ചിട്ട് ലോജിക് ഗേറ്റ്സ് ഉണ്ടാക്കിയിട്ടാണ് ചിപ്പിലേക്ക് ICയിലേക്ക് ആക്കി മാറ്റുന്നത്. അപ്പോൾ നിങ്ങൾ ക്ലാസ് കണ്ടിട്ട് ഇത് പറയുക. ഇതിലെ ആദ്യത്തെ ഫസ്റ്റ് സെഷൻ ഓർ ഗേറ്റ് ഞാൻ 2 സെഷൻ ക്ലാസ്സുകളായിട്ട് കാണിച്ചതിൽ ഫസ്റ്റ് സെഷനിൽ ഒരു ഇൻട്രപ്ഷൻ വന്നു, പക്ഷേ അതിനകത്ത് കണ്ടൻസ് ഒന്നും മിസ്സായിട്ടില്ലെന്ന് തോന്നുന്നു. എന്തായാലും നിങ്ങളുടെ ഫീഡ്ബാക്കാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്, അത് പ്രതീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായി എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഫീഡ്ബാക്ക് വന്ന് ക്ലാസ്സിൻ്റെ സജഷൻ, ദെൻ അടുത്ത ഫീഡ്ബാക്ക് 3 ഇൻപുട്ട് ഓർ ഗേറ്റിൻ്റെ ട്രൂത്ത് ടേബിൾ ഉണ്ടാക്കി അയച്ചു തരിക എന്നുള്ളതാണ്. അപ്പോൾ ഓക്കെ, ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് കരുതുന്നു, പഠിക്കുന്നുണ്ടെന്ന് കരുതുന്നു. ഓക്കെ, താങ്ക് യു.